ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ? പിന്നെ ഞാൻ ഇന്നലെ കാസർഗോട്ടേക്ക് പോയിട്ടുണ്ടായിന്. എൻ്റെ ഡ്രസ്സെല്ലാം കുറച്ച് തീർന്നതിന് ഷോപ്പിൽ. അപ്പോൾ അതിനെ പർച്ചേസ് ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. ആ പോകുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എല്ലാം എടുത്ത്. അപ്പോൾ വിചാരിച്ച് ഷോപ്പിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ആടുന്നും കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വിഷുവെല്ലാം ആയിട്ടാകുമ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം ഇങ്ങനെ പർച്ചേസ് ആക്കലുണ്ട്. ഞാൻ മുന്നെല്ലാം പാലക്കാട് അതേപോലെ പിന്നെ മലപ്പുറം അങ്ങനെയെല്ലാം പോയിട്ടാണ് ഡ്രസ്സ് എടുത്തോണ്ടായത്. അപ്പോൾ ഇപ്പം അങ്ങനെ കുറേ ഡ്രസ്സൊന്നും വേണ്ട, കൊടുന്നാലും കുറേ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ടൗണിൽ തന്നെ പോയിട്ട് അവിടുന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ തിരിച്ച് അങ്ങനെ ഞങ്ങളെ പോരേന്ന് കാസർഗോട്ടേക്ക് വിട്ട്. ഇതാ ഇപ്പോൾ റോഡ് നോക്ക്, ഞങ്ങളെ പുതിയ റോഡ് ഇത്. ഈ റോഡിലെ പോകുമ്പോൾ ദുബൈയിലത്തെ റോഡെല്ലാം പോലെ ഇല്ല നോക്കിയാൽ. അത്ര ചേലുണ്ട് നമ്മളെ റോഡെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പണിയൊന്നും തീർന്നിട്ടാകുമ്പോൾ എന്തോ ഒരു പാങ്ങായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കളെ? അൽഹംദുലില്ലാ ഞങ്ങൾക്കെല്ലാം സുഖം തന്നെ. ഞങ്ങൾ ഡ്രസ്സിൻ്റെ പീടിയൊക്കെ താനായി മക്കളെ. ഇനി ഞാൻ ഡ്രസ്സിൻ്റെ പീടിയൻ്റെ ഉള്ളിലെല്ലാം കാണിച്ചു തരാം. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാത്തരം ഡ്രസ്സും ഉണ്ടാവും, ആണുങ്ങളതും പെണ്ണുങ്ങളതും കുഞ്ഞുങ്ങളതും. ഞാനിങ്ങനെ കുറേ ഡ്രസ്സൊന്നും ഇന്ന് എടുത്തിട്ടില്ല. എനിക്ക് മെയിനായിട്ട് വേണ്ടതുണ്ട് കുറച്ച് നെയ്റ്റി, പിന്നെ കുറച്ച് അണ്ടർവിയറിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റമാണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. ബാക്കി സാധനങ്ങൾ പീടിയിലുണ്ട്. അങ്ങനെ എൻ്റെ വലിയ പീടിയൊന്നുമല്ല, എൻ്റെ ചെറിയൊരു പീടിയ. അപ്പോൾ ആൾക്ക് അങ്ങനെ കുറേ സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കറല്ലോ എത്ര സാധനം ഉണ്ടെന്ന്. ഇപ്പോൾ വിഷുവിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വന്നിട്ട് ഡ്രസ്സ് എടുത്തോണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഞാൻ തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് പോയിട്ട് ഞങ്ങൾക്ക് വേണ്ട ഐറ്റം എല്ലാം കുറച്ചെടുത്ത്. മെയിനായിട്ട് നെയ്റ്റി അണ്ടർവിയർ അത്ര തന്നെ എനിക്ക് വേണ്ടേണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോരേന്നിടുന്ന അങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇല്ല, അതെല്ലാം മേങ്ങി. ഈ പീടിയിലേക്ക് വന്നെങ്കിൽ എല്ലാ ഡ്രസ്സും ഇവിടെ തന്നെ കിട്ടും. ആണുങ്ങളത് വേണ, കുഞ്ഞോളത് വേണ, വലിയാളത് വേണ, നെറ്റ് വേണ, എന്ത് വേണമെങ്കിലും ഈ ഒരു ഷോപ്പിലേക്ക് വന്നെങ്കിൽ മതി. നല്ലോണം ഡ്രസ്സുണ്ട്. ഞാൻ എനിക്ക് വേണ്ട കുറച്ച് നെറ്റ് എല്ലാം എടുത്ത് മക്കളെ. കുറേ പേരുടെ ഡ്രസ്സൊന്നും എടുത്തിട്ടാ, പിന്നെ സാധാരണ നെറ്റി ഇല്ലേ അങ്ങനത്തെ കുറച്ച് നെറ്റി എടുത്ത്. ഞാൻ ഇന്ന് 50 പീസ് നെറ്റി എടുത്തിട്ടു. പിന്നെ കുറേ പ്ലാസോ എടുത്ത്. പിന്നെ കുറച്ച് ഇങ്ങനെ ആണുങ്ങൾ എടുക്കുന്ന തുണിയില്ലേ മുണ്ട്, അങ്ങനത്തെ കുറച്ച് തുണിയെടുത്ത്. നല്ല നല്ല നെയ്റ്റി ഉണ്ടാവോ, എന്തോ ഒരു ചേലന്നെ നെയ്റ്റിയെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പർച്ചേസിന് വന്നിട്ടാകുമ്പോൾ നമുക്ക് എന്തോ ഒരു പാങ്ങ് എല്ലാം നോക്കാനും എടുക്കാനെല്ലാം. നമുക്ക് എടുക്കാനില്ല അങ്ങനെ നോക്കാൻ തന്നെ എന്തോ ഒരു പാങ്ങ് തന്നെ. ഞാൻ ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രം കവറാക്കിയിരുന്നത്. അപ്പുറത്തെല്ലാം എന്തെല്ലാം ഉണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് നെയ്റ്റിയല്ലേ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ പിന്നെ ആ ഭാഗം നോക്കിയിട്ട് ആടെ തന്നെ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ വേഗം മടങ്ങി. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് അങ്ങനെ കുറേ സമയം ഇവിടെ നിൽക്കാനൊന്നും കഴിയുന്നില്ല. ഈ നെയ്റ്റിയെല്ലാം നോക്കിയാൽ പൊന്നിൻ്റെ കളറ് പിന്നെ ഡിസൈനെല്ലാം ആയിട്ട് നല്ല നല്ല ഷോളുണ്ട് അവിടെ. ഷോൾ ഞാൻ എടുത്തിട്ടാണ് കൊടുന്ന ഷോൾ തന്നെ കുറേ ഉണ്ടായിന്. പിന്നെ കുറച്ച് ഷർട്ട് എടുത്തിന്, എനിക്ക് ഓർഡർ ഉണ്ടായിന് കുറച്ച് ഷർട്ട്. അപ്പോൾ അത് മാത്രം എടുത്ത്, കുറേ ഷർട്ടൊന്നും എടുത്തില്ല. ഞാൻ ഷർട്ടൊന്നും വെക്കലില്ല. ഇത് എന്നോട് വേറെ ആൾ ഷർട്ട് കൊണ്ട് തരണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ഷർട്ട് എടുത്ത്. ഞാൻ കഴിഞ്ഞ കുറിയെല്ലാം പാലക്കാട് പോയിട്ട് എടുത്തിനത്. അപ്പോൾ അവിടുന്ന് കുറേ കൊടുത്തതെല്ലാം ബാക്കിയുണ്ട്. അപ്പം നമ്മളെ ഷോപ്പിൽ അധികം തീരുന്ന നെയ്റ്റി തന്നെ. നെയ്റ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ പോയിട്ട് എടുക്കും. അതിന് വേണ്ടി പാലക്കാട്ടേക്ക് തന്നെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഇത്രയേ ഉള്ളൂ മക്കളെ, കുറേയൊന്നും വീഡിയോയിലില്ല. ഞാൻ റോട്ടിലേ പോകുമ്പോൾ കുറച്ച് വീഡിയോ വെറുതെ എടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോ എല്ലാം കാണിച്ചതാണ്. അങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത്, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചങ്ങായിമാർക്കെല്ലാം ഹാപ്പി വിഷു. എല്ലാവരും വിഷു എല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാം നോക്കിയിട്ടായിട്ട് എല്ലാവർക്കും ഷെയറാക്കി കൊടുക്കണം. ജസാക്കല്ലാഹ് ഖൈർ.